കൂട്ടുകാരെ അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളെ മോളൂസ് പതിവ് പോലെ കളിക്കാനും ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നേരെ കിച്ചണിക്കും പോന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ ഞാൻ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്യാസ് അടുപ്പുമ്മ തന്നെയാണ് കേട്ടോ ഇന്നത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഇന്ന് എനിക്ക് അങ്ങാടിക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ആയി കിട്ടാൻ വേണ്ടി ഗ്യാസ് അടുപ്പുമ്മ തന്നെയാണ് കേട്ടോ. പുറത്ത് അടുപ്പ് കത്തിക്കാനൊന്നും പോയിട്ടില്ല. അങ്ങനെ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ച് കൊടുത്ത് ഞാൻ കുറച്ച് മീനുണ്ടായിന് കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ അത് എടുത്തുകൊണ്ട് ഐസ് ഇടാൻ വേണ്ടി പുറത്തേക്കൊക്കെ വെച്ചിരുന്നു. അപ്പോൾ ഐസൊക്കെ പോയപ്പോൾ ഞാൻ നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ അതൊന്ന് മസാലയൊക്കെ ഒന്ന് തേച്ച് റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അതേപോലെ തന്നെ പച്ചമുളകും കൂട്ടി അരച്ച പേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുത്തത്. അതും അതിക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും ജീരകപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അത് കുറച്ച് വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കിങ്ങാണ്ട് ആ ഒരു മസാലയാണ് കേട്ടോ മീനിൽ തേച്ച് കൊടുക്കണത്. മീനിക്ക് സാധാരണ ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമാണ് കേട്ടോ പേസ്റ്റാക്കി എടുക്കൽ, പച്ചമുളക് ഇടലൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ തലേ ദിവസം ചിക്കൻ കറി വെച്ചപ്പോൾ അതിക്ക് വേണ്ടി ഉണ്ടാക്കിയ പേസ്റ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പിന്നെ വേറെ ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ കരുതി കുറച്ച് മുളക് പൊടി ഇടൽ കുറച്ചാൽ പോരെ കരുതിയാണ്ട് ആ ഒരു പേസ്റ്റ് തന്നെ എടുത്തതാണ് കേട്ടോ. അത് ബാക്കി ഉണ്ടായപ്പോൾ അത് എടുത്ത് വെച്ചിന്. അങ്ങനെ ഇതാ മീനിൽ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മീനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്രിഡ്ജിൽ തന്നെ എടുത്ത് വെക്കുകയാണ്. ഇനി കറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ലാസ്റ്റാണ് കേട്ടോ അത് പൊരിച്ചെടുക്കണുള്ളൂ. അപ്പോഴത്തിന് നന്നായിട്ട് ഉപ്പും മുളകൊക്കെ പിടിക്കട്ടെ എന്ന് കരുതി. അങ്ങനെ കറിക്ക് വേണ്ടി ഞാൻ പച്ചക്കായും അതേപോലെ തന്നെ ഉണക്കമീനും ഇട്ടുകൊണ്ടാണ് കേട്ടോ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പച്ചക്കായ കുറച്ചധികം വലുപ്പത്തിൽ നീളത്തിൽ അരിഞ്ഞുകൊണ്ട് അതിക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് ഉണക്കമീനും അതേപോലെ തന്നെ ഒരു തക്കാളിൻ്റെ കഷ്ണവും കുറച്ച് മുളകും പൊടി ഒക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് ഒന്നും പാടെ ഒന്ന് വേവിച്ചിട്ട് അതിക്ക് തേങ്ങ ഒക്കെ അരച്ച് പാർന്നിക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ അരപ്പിൽ നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും ചേർത്തിട്ടുണ്ട് കേട്ടോ അരച്ചെടുക്കുമ്പോൾ. അപ്പോൾ ആ ഒരു ഭാഗം എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയതാണ്. അപ്പോൾ ഇതാ അതൊക്കെ തേങ്ങ അരപ്പൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ കറിവേപ്പിലയും ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഉണക്കമുളകൊക്കെ ഒന്ന് തൂമിച്ചെടുത്തുകൊണ്ട് കറിക്ക് ഒഴിച്ച് കൊടുത്ത് നമ്മളെ കറി ഇവിടെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണക്കമീനൊക്കെ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമാവും കേട്ടോ ഈ ഒരു കറി. നല്ല ഉണക്കമീനിൻ്റെ ഫ്ലേവറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ കറിക്ക് നമ്മളെ തളമീനുണ്ടല്ലോ ഉണക്കമീൻ അതിൻ്റെ തല മാത്രമായിട്ടാണ് കേട്ടോ ഒരു 3-4 തല ഉണ്ട്. ഇനിയും നമ്മൾ മീനിൻ്റെ കഷ്ണമൊക്കെ എടുത്ത് പൊരിച്ചതിൻ്റെ ബാക്കിയായിട്ട് അപ്പോൾ അതാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതായാലും മതി. നല്ല ഫ്ലേവറും കാര്യങ്ങളും നമ്മൾ പച്ചക്കായ്ക്കൊക്കെ പിടിക്കും കേട്ടോ ഉണക്കമീനിൻ്റെ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കറി. അങ്ങനെ ഞാൻ അതിക്ക് നമ്മൾ ചെറിയ ഉള്ളിയും തൂമിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ്. അങ്ങനെ ഞാൻ കറിയൊക്കെ റെഡിയാക്കി എടുത്തിട്ട് മറ്റൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മളെ മസാലയൊക്കെ തേച്ച് വെച്ച് മീനൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ കുക്കിംഗ് മാത്രമേ ഉള്ളൂ കേട്ടോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അത് എന്നും കാണിക്കണമല്ലോ അടിച്ചു വാരണം തുടക്കണം അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും കരുതിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.